God is faithful. God is faithful to His promises. Hebrews 10:23 says, "For He who promised is faithful." And yes, this indeed is a vlog where God is just fulfilling one of His promises. So just listen to this amazing testimony and be blessed. രക്തം തളിച്ച് ഞങ്ങളിതിനെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. മഹത്വത്തിന്റെ രാജാവ് ഇതിലൂടെ പ്രവേശിക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കും. അവന്റെ നന്മകളും അനുഗ്രഹങ്ങളും ഈ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയും. അതിനാൽ കർത്താവെ, സകല മഹത്വവും അങ്ങേക്ക് നൽകിക്കൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ പ്രവേശിക്കും. Father, we thank you for your awesome blessings in this house. As your glory fills this house, you alone deserve our praise. You're the name above. Oh, we worship you, Jesus. Oh, you're worthy, നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. നാമത്തിൽ അങ്ങ് നൽകിയ ഈ ഭവനത്തെ ഞങ്ങളിപ്പോൾ ദൈവനാമം മഹത്വത്തിനായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ പാർപ്പിനായി സമർപ്പിക്കുകയും പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അല്ലെങ്കിൽ ആത്മാവിന്റെ ഭാഷകളിൽ പ്രാർത്ഥിച്ചു കൊടുക്കുക. കർത്താവ് ഈ സമയത്ത് സജിത്തിന് ഞങ്ങളുടെ നാമത്തിൽ എണ്ണപൂശി പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഒരു വലിയ തഴയ്ക്കുന്ന അനുഭവം ഇതിനകത്ത് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഹെഡ് ഓഫ് ദ ഫാമിലി എന്ന നിലയിൽ താൻ ചെയ്യേണ്ടതെല്ലാം ചെയ്യുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഉത്തമ ഭാര്യ, ഉത്തമയായൊരു മാതാവ്, ഒരു വുമൺ ഓഫ് ഗോഡ് എന്ന നിലയിൽ ജീവിക്കുവാൻ, ഇതിനകത്ത് പരിശുദ്ധാത്മാവിൽ സ്വപ്നങ്ങൾ നെയ്യുവാൻ, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുവാൻ ദൈവത്തിന്റെ മഹാകൃപ ഞങ്ങൾ ശർമ്മയുടെ മേൽ പകർന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാമത്തിലെ ഭവനത്തിനകത്ത് ഒലിവ് തൈ പോലെ അഭിഷേകമുള്ളവർ
ആരാധിക്കുന്നവളാണ്, കർത്താവിനോട് ചേർന്ന് നടക്കുന്നവളാണ്. അനേകർക്ക് മാതൃകയില്ല. എന്നെ കർത്താവ് മാറ്റുന്നതിനായി നന്ദി പറയുന്നു. കർത്താവെ, ഈ ഭവനത്തിൽ ഒരു ഒലിവ് തൈ പോലെ തന്നെ നിന്നുകൊണ്ട് അവനിൽ കർത്താവ് പകർന്നിരിക്കുന്ന സ്പെഷ്യൽ സ്കിൽസ് എല്ലാം പുറത്തു വരട്ടെ, ടാലൻസ് പുറത്തു വരട്ടെ, അഭിഷേകം പുറത്തു വരട്ടെ, പ്രീച്ചിങ് ഗിഫ്റ്റ് ഉണ്ടാകട്ടെ, മ്യൂസിക്കൽ ഗിഫ്റ്റ്സ് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ അനുഗ്രഹിക്കുക. അപ്പോൾ തന്നെ കർത്താവെ, ഈ ഭവനത്തെ നോക്കി ഞങ്ങൾ പ്രവചിക്കുന്നു. എല്ലാവരും രണ്ട് കൈകൾ നീട്ടി നിങ്ങളുടെ അകത്ത് കർത്താവ് തരുന്നതെല്ലാം ചുമ്മാ പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ 4 പേർക്ക് ആരോഗ്യമുണ്ടാകട്ടെ. പറ, മാനസിക ആരോഗ്യമുണ്ടാകട്ടെ. താങ്ക് യു ജീസസ്. അഭിഷേകത്തിൽ വർധനമുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രോസ്പെറിറ്റി. ദൈവം ഒരു വാഗ്ദത്തം തന്നാൽ ദൈവം നിവർത്തിക്കും. വർഷം വീട്ടിലൊരു ദേവദാസൻ വന്നപ്പോൾ ദേവദാസൻ ഇങ്ങനെ പാസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ആ ദേവദാസൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ ആ ദേവദാസൻ പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ പുറത്തുനിന്ന് ഇങ്ങനെ ആദ്യം കയറി വരികയാണ്. ശർമ്മ അവിടെ ഉണ്ട്. ഞാനിപ്പോൾ ആ ദേവദാസന്മാർക്ക് അദ്ദേഹത്തിന് ആ ഫാമിലിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. പെട്ടെന്ന് ഇങ്ങനെ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ദേവദാസൻ പറഞ്ഞു, ദൈവം ഇവർക്കൊരു ഭവനം കൊടുക്കും. എന്നിട്ട് ആ ദേവദാസൻ പറഞ്ഞത് അത് കർത്താവ് പണിയുമെന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് ഈ സ്ഥലം മേടിക്കുന്ന കാര്യം മുതലൊരു ഭയങ്കര വലിയൊരു മിറക്കിളാണ്. കാരണം ഞങ്ങള് 2018 ഒരു പ്രോപ്പർട്ടി ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വീട് മേടിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഹോൾ 1 ഇയർ പല കാര്യങ്ങൾ നോക്കിയിട്ട് ഒന്നും നടന്നില്ല. 2020 കൊറോണ വന്ന് എല്ലാം ചർച്ച് ക്ലോസ് ആണ്, എല്ലാം ഇത് ചെയ്തു. അപ്പൊ ഈ സ്ഥലത്തിന്റെ ഓണറോട് ഞങ്ങൾ ചെന്നിട്ട് അദ്ദേഹത്തോട് ഞങ്ങളിപ്പം മേടിക്കുന്നില്ല, വേറെ ആരെങ്കിലും ബയേഴ്സ് വന്നാൽ കൊടുത്തോളൂ എന്ന് പറയാൻ വേണ്ടിയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, നിങ്ങളുള്ളത് തന്നാൽ മതി, നിങ്ങൾക്ക് ഞാൻ ആധാരം എഴുതി തരാം, ബാക്കിയുള്ളത് പിന്നെ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഞങ്ങൾക്ക് ഈ സ്ഥലം രജിസ്റ്റർ ചെയ്തത്. ഞങ്ങൾ കുറച്ച് പൈസ കൊടുത്തിട്ടാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തത്. ഈ ആധാരം തന്നിട്ട് ആ ഇതിന്റെ ഓണർ ഞങ്ങളോട് പറയാം, എന്നെ പറ്റിക്കരുതല്ലോ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആധാരം തരും. ഫസ്റ്റ് പറഞ്ഞ പണി തുടങ്ങിയതിന് ശേഷം ഈ കഴിഞ്ഞ ജൂൺ 28-ാം തീയതി ഒരു 1-1.5 ആഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിന്റെ കൺസ്ട്രക്ഷൻ തുടങ്ങിയിട്ട് 2ാമത്തെ ആനിവേഴ്സറി എന്ന് പറയുന്നറിയില്ല, സെക്കൻഡ് ആനിവേഴ്സറി ആണ്. 2 വർഷം. അപ്പോഴും വലിയ ആശ്വാസം ഉണ്ടായിരുന്നത് പാസ്റ്റ് 7 വർഷം കൊണ്ടാണല്ലോ ആശ്വാസം. എനിവേ അത് വീടിന്റെ പണിയായി. എനിക്കതിൽ 1-2 കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ള ഒന്ന്, ഓഫ് കോഴ്സ് കർത്താവില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ഭവനമില്ല, ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ. പിന്നെ പാസ്റ്റ് ആ വാക്ക് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ എറർ വരുമ്പം പാസ്റ്റോട് ഒറ്റ വാക്ക് ചോദിച്ചാൽ മതി. പാസ്റ്റ് വളരെ ഫൈൻ ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് അതിന് തരുന്നത്. അത് പിന്നെ പാസ്റ്റ് എന്തെങ്കിലും പറഞ്ഞു തരുമ്പം വീട് 3D ചെയ്ത പോലെ പിക്ചറായിട്ട് നമുക്കും കിട്ടും. അപ്പം അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം പാസ്റ്റ് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. മാത്രമല്ല ഈ ഒത്തിരി തിരക്കുകളുടെ ഇടയിൽ മിനിസ്ട്രിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളതിനിടയിൽ പലപ്പോഴും വീടിൻ്റെ പണിയുടെ ചില കാര്യങ്ങൾക്ക് വേണ്ടി ഒന്ന് ഓടി വന്ന് നോക്കാനും കാര്യങ്ങൾക്കൊക്കെ പാസ്റ്റ് പ്രത്യേകിച്ചത് അത് അത്രയും തിരക്കിൻ്റെ ഇടയിലാണെങ്കിലും പാസ്റ്റ് അലൗ ചെയ്തു എന്നുള്ളത്. 2ാമത് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട ഒരാൾ ഷമാൻഡിയാണ്. ഷമാൻഡി ആക്ച്വലി ഈ ഇതിനുള്ളിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും, എന്ത് കളറാകട്ടെ, എന്ത് സാധനമാകട്ടെ, അതിൻ്റെ എല്ലാ ഓരോ നോക്ക് ആൻഡ് കോർണർ അതിലെല്ലാം ഷമാൻഡിയുടെ കൈകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇന്ന് രാവിലെ ഏറ്റവും ആദ്യം ഈ കേർട്ടൻ്റെ ഒരു കർട്ടൻ പിടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ വന്നിട്ട് ആദ്യം തന്നെ വന്നിട്ട് അയാൾ അടിപൊളിയായിട്ടുള്ള പുള്ളി പറഞ്ഞു. ഒത്തിരി പേര് വന്നിട്ട് ഒത്തിരി നല്ല കമൻറ്റുകൾ പറഞ്ഞു. എൻ്റെ എല്ലാം ബിഹൈൻഡ് ദ സീൻ ഷമാൻഡി ആയിരുന്നു. ഇന്ന് വീട് നിങ്ങൾ പലരുടെയൊക്കെ ആർക്കെങ്കിലും വീടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് പറയാം, കർത്താവ് നിശ്ചയമായിട്ട് നിങ്ങൾക്ക് ഒരു വീട് തരും. പക്ഷെ നമ്മുടെ സമയത്ത് തരില്ല, കർത്താവിൻ്റെ സമയത്ത് തരും.
hi to Achu's vlog. What? Say hi to Achu's vlog. Achuന്റെ vlogല്. Hi guys, welcome to my vlog. Hi guys, welcome to Emmy Mariam Stanleyയുടെ vlog. എന്തുണ്ട് ശർമ്മ ചേച്ചി പറയാൻ? So he's oh no vlogging. Oh no I didn't realize it. വ്ളോഗില് ചെയ്യരുത് ക്യാമറ പോലും നോക്കുന്നില്ല. ഒരു ഹായ് പറഞ്ഞോ. ഹായ് ഇവിടെ നോക്ക്, ഇവിടെ ആ ബ്രോ, ഇംഗ്ലീഷ് സ്പാനിഷ്? ലിയോ, English or Spanish? ദൈവം ഒരു വാഗ്ദത്തം തന്ന ദൈവത്തെ കുറിച്ച് ആരാധിക്കുന്നു അങ്ങേ സ്നേഹിച്ചിടുന്നേ അങ്ങേ ആരാധിക്കുന്നു. ഒരു പെട്ടെന്ന് ഇങ്ങനെ ശബ്ദം ഉയർത്തി വാസു പറഞ്ഞു, നിന്റെ വീടിന്റെ പണി ദൈവം നിനക്കൊരു വീട് തരുന്നു എന്ന് പറഞ്ഞപ്പം കഴിഞ്ഞതാണ്. ഇനി അതിനെ കുറിച്ച് വിചാരപ്പെടരുന്നു. എന്നെ ഏറ്റവും കൂടുതൽ ബലപ്പെടുത്തിയ ഒരു വചനം പറഞ്ഞ എല്ലാ ആരാധന എല്ലാ സ്തോത്രങ്ങൾ എല്ലാ ഹല്ലേലൂയായി എൻ്റെ യേശുവേ, എല്ലാ ആരാധന എല്ലാ സ്തോത്രങ്ങൾ എല്ലാ ഹല്ലേലൂയായി എൻ്റെ പ്രാണപ്രിയൻ. സ്തുതിയത്ര ചൊന്നാലും മതിയാവില്ലേശുവേ, സ്വർഗാദി സ്വർഗം അങ്ങേ പോലാവില്ലേ. സ്തുതിയത്ര ചൊന്നാലും മതിയാവില്ലേശുവേ,